ഉച്ചയൂണിന് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ തയ്യാറാക്കിയിരുന്ന അതീവ രുചികരമായ ഒരു കറി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ചട്ടിയിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്കൊരു 6-7 ചെറിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റാം. 1 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത് അല്ലെങ്കിൽ ഒരു വലിയ സവാള അരിഞ്ഞത് കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് നമുക്ക് ഒന്ന് വഴറ്റാം. ഇനി 2 തണ്ട് കറിവേപ്പില. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഈ രുചികരമായ ഈ കറി. ഇനി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കോവയ്ക്ക കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കാം. 2-3 ദിവസം ഇരുന്നാലും ഈ കറി ഒട്ടും കേടാകത്തില്ല. ഇനി അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് ഒന്നുകൂടെ വഴറ്റാം. മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ കോവയ്ക്കായും ചുവന്നുള്ളി അരിഞ്ഞതും എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അല്പസമയം ഒന്ന് മൂടി വെച്ചിതൊന്ന് വേവിക്കാം. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമുക്കൊന്ന് കുതിരുന്നതിനായിട്ട് വയ്ക്കാം. അപ്പോൾ പുളി നന്നായിട്ട് ഞെരടി വെച്ചിട്ടുണ്ട്. ഇനി പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് 1 മുറി തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. 1 പിടി ചുവന്നുള്ളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലി, പച്ചമല്ലി ചേർത്ത് കൊടുക്കാം. 9 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. കോവയ്ക്ക പുളിങ്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് ചുവക്കെ വറുത്തെടുക്കണം. ഇപ്പോൾ പകുതി മൂപ്പായിട്ടുണ്ട്. തുടരെ ഇളക്കി നന്നായിട്ടിതൊന്ന് ബ്രൗൺ കളറിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റി തണുക്കുന്നതിനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി നിരത്തി വയ്ക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വേണം നമ്മളിത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കോവയ്ക്കയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് പുളി പിഴിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇതൊന്ന് വേവിച്ച് എടുക്കണം, തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് പുളിയൊക്കെ നന്നായിട്ട് കഷ്ണങ്ങളിൽ പിടിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് പുളിയൊന്ന് വേകണം. പുളിക്കൊരു 2-3 മിനിറ്റിന് സമയം വേവുണ്ട്. അപ്പോൾ അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം. അപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അരയ്ക്കുമ്പോൾ നന്നായിട്ടത് അരഞ്ഞ് കിട്ടും. പുളിയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും തരിയില്ലാതെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് അല്പം വെള്ളവും കൂടെ നമുക്ക് ആ അരച്ചെടുത്ത മിക്സിയുടെ ബൗളിലേക്ക് നമുക്ക് ചേർത്ത് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കി പോരാഴികയുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള കായപ്പൊടിയും കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു സ്വാദാണ് ഈ കറിക്ക്. ഒന്നുകൂടെ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഒന്നുകൂടെ ഒന്ന് കുറുകി വരും അപ്പോഴത്തേക്ക് കറി. ഇനി നമുക്കിതിനൊരു താളിപ്പ് ചേർത്ത് കൊടുക്കാം. പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക്, ഒരു നുള്ള ഉലുവയും കൂടെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ 2-3 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം.
2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ച് ഇത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പ് ചേർത്ത് അല്പസമയം ഒന്ന് മൂടി വെച്ച് കഴിയുമ്പം രുചികരമായ നമ്മുടെ കോവയ്ക്ക പുളിങ്കറി റെഡി.